നാലു വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട 20ഓളം വീടുകൾ കഴിയുന്ന ഒരു പ്രദേശമാണ് അത്താഴക്കുന്ന് എടപ്പുറം വയൽ. നമുക്ക് നേരെ നോക്കിയാൽ കാണാം ഒരു വീട്. ആ വീടിന് ചുറ്റും ഒരു പുഴയ്ക്ക് നടുവിൽ ഒരു വീട് എന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളം ഇങ്ങനെ ഒരു പുഴയിൽ ഒലിച്ചു വരുന്ന പോലെ വെള്ളം കിടക്കുന്നു. അതിന് നടുവിൽ ഒരു വീട്. വലിയ ദുരിതാവസ്ഥയിലാണ് ജനങ്ങൾ താമസിക്കുന്നത് ഈ പ്രദേശത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കനത്ത മഴയാണ്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നല്ല മഴയാണ്. ആ മഴയത്താണ് ഈ രീതിയിൽ വെള്ളം ഉയർന്നത്. പക്ഷേ ഈ വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നതാണ്. ഉള്ള സംവിധാനമൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതായത് ഇതിലൂടെ ഒരു ഓവുചാലുണ്ട്. ഈ ഓവുചാല് നിന്നുള്ള വെള്ളം ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നേരെ ഓവുചാലിലേക്ക് പോകുന്ന വെള്ളം അവിടെ ഈ ഓവുചാല് മണ്ണിട്ട് നികത്തിയൊരു റോഡുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ വഴി വെള്ളം പോകാത്തത്. രണ്ടാമത്തെ കാര്യം, നാഷണൽ ഹൈവേ പുല്ലൂപ്പി കടവ് വഴി നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. ആ നാഷണൽ ഹൈവേ പോകുന്നത് ഈ മണ്ണിട്ടിട്ടാണ്. അപ്പോൾ വയൽ പ്രദേശമാണ്, അതിലൂടെ മണ്ണിട്ടിട്ടാണ് ഈ നാഷണൽ ഹൈവേ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഈ പുഴയിലേക്കും കടലിലേക്കും ഒന്നും ഒഴുകിപ്പോകാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ വീട് കാണാം. ഈ വീട്ടിലേക്ക് വെള്ളം കയറാവുന്ന അവസ്ഥയിൽ വീടിന്റെ മുറ്റം നിറയെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് വലിയ ദുരിതാവസ്ഥ. അവർക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 5 കഴിഞ്ഞ മഴയ്ക്ക് തുടങ്ങിയ കേട്ടല്ലോ ഇങ്ങനെ ഒരേ കേട്ടില്. പിന്നെ ഈ വെള്ളം അവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പൊ ആ റോഡിന് എന്ന് പറഞ്ഞാൽ ആ എന്തെങ്കിലും ഒരു സംവിധാനം ആക്കണം. അടച്ചിട്ടാണ് അത് 2 പൈപ്പ് ഇട്ടിട്ടാ ഉള്ളത്. അപ്പൊ ആ പൈപ്പിൽ എത്ര വെള്ളം 3 ഭാഗത്തും മലയാണ്. ഈ വെള്ളം തേച്ച് ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ട് ഒഴുകി പോകേണ്ടത്. അപ്പൊ ആ എന്തെങ്കിലും ഒന്ന് ആക്കിയാൽ ഈ വെള്ളം അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് ഒഴിഞ്ഞു പോകും. അതാണ് സ്ഥിതി. ഇതാണ് ഈ ഓവുചാല്. അപ്പൊ ഈ ഓവുചാൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ശരിക്കും ഈ ഓവിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകേണ്ട സ്ഥലത്താണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അപ്പൊ ഇനിയും ശക്തമായ മഴ പെയ്താൽ ഇതിലും ഉയർന്നാൽ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറും. അങ്ങനെ ഒരു ദുരവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഈ ചുറ്റപ്പെട്ട, അതായത് നമ്മള് കുട്ടനാടൊക്കെ കണ്ട അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രദേശമല്ലാത്ത ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നു. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാവണം എന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്.